50,000 താഴെ നമുക്ക് മേടിക്കാൻ പറ്റിയ കുറേയധികം ക്യാമറകളുണ്ട്. അങ്ങനെ കുറച്ച് ക്യാമറകളെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതെല്ലാം തന്നെ സെക്കൻഡ് ഹാൻഡ് കാനോണിൻ്റെ ക്യാമറകളാണ്. കാനോണിൻ്റെ ക്യാമറകൾ കുറച്ചുകൂടി ബിഗിനർ ഫ്രണ്ട്ലി എന്ന് ഞാൻ പറയും. കാരണം അതിനകത്ത് സെറ്റിംഗ്സുകൾ കുറച്ചധികം ലൈറ്റാണ്. അതിൻ്റെ മെനു സിസ്റ്റം കുറച്ചുകൂടി സിമ്പിളാണ്. മാത്രമല്ല ഇതിൻ്റെ ലെൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ചീപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുറച്ചധികം കാനോണിൻ്റെ സെക്കൻഡ് ഹാൻഡ് ക്യാമറകൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേതാണ് കാനോണിൻ്റെ 200D. ഒരു 35 രൂപ താഴെ നമുക്ക് കാനോണിൻ്റെ 200D നമുക്ക് കിട്ടും. ഒരു 24 മെഗാ പിക്സലിൻ്റെ ഒരു അടിപൊളി ക്രോപ്പ് സെൻസറാണ് ഇതിനകത്തിരിക്കുന്നത്. ഓട്ടോ ഫോക്കസ് ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യുന്നത് കാനോണിൻ്റെ 700D ആയിരുന്നു. അപ്പോൾ 700Dയിൽ നിന്ന് ഞാൻ പിന്നെ മേടിച്ചത് ഒരു 200D ആയിരുന്നു. 200D 1.5 വർഷത്തോളം എൻ്റെ കയ്യിൽ ഇരുന്ന് യൂസ് ചെയ്ത് ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് ക്യാമറ അടിപൊളിയാണ്. ഇപ്പോഴും ആ 200D എൻ്റെ കയ്യിൽ ഞാനൊരു സെക്കൻഡറി ബോഡിയായിട്ട് കീപ്പും ചെയ്യുന്നുണ്ട്. വീഡിയോയ്ക്ക് ഈ ക്യാമറ അത്ര അടിപൊളിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഫോട്ടോയ്ക്ക് ഈ ക്യാമറ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നല്ല ഡൈനാമിക് റേഞ്ചും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയും ഉള്ള ഒരു സെൻസറാണ് ഇതിനകത്തിരിക്കുന്നത്. മാത്രമല്ല അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫും ഉണ്ട്. മാത്രമല്ല ടച്ച് സ്ക്രീനോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് മെനു സിസ്റ്റം അതുപോലെ തന്നെ ഫോക്കസും സാധനങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും. വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്യാരി ചെയ്യാനും എല്ലാം അടിപൊളിയാണ്. ഈ ഒരു ക്യാമറ മേടിക്കാനായിട്ട് പോകുമ്പോഴത്തേനും അതിനകത്ത് കിറ്റ് ലെൻസ് ആയിരിക്കും അതിൻ്റെ കൂട്ടത്തിലുണ്ടാവുക. അതായത് ഒരു 1855 ലെൻസ്. ഈ ലെൻസ് മാറ്റിയിട്ട് ഒരു 50mm ലെൻസ് മേടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അടിപൊളി ഔട്ട്പുട്ട് ഇതിനകത്ത് നിന്ന് കിട്ടും. കിറ്റ് ലെൻസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് അത്ര അടിപൊളി ഔട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫീനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് തന്നെ കിറ്റ് എടുത്ത് പള്ളി കഴിഞ്ഞിട്ട് ഒരു 50mm ലെൻസ് മേടിച്ചിട്ടുണ്ട്, വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ ഒരു ക്യാമറയാണ് 200D Mark II. 200Dക്ക് അപ്ഗ്രേഡ് ആയിട്ട് കാനോൺ കൊണ്ടുവന്ന ക്യാമറയാണ് 200D Mark II. ഇത് കുറച്ചുകൂടെ വീഡിയോയ്ക്കും കൂടെ പറ്റുന്ന ഒരു ക്യാമറയാണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4Kയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ, ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ ഒരു ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറ ഉണ്ടെങ്കിലാണ് നമുക്ക് വീഡിയോസ് അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് പ്രോസസ്സിൽ കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വരും. ഇതിനകത്ത് ഇരിക്കുന്ന ഒരു 24 മെഗാ പിക്സലിൻ്റെ CMOS സെൻസറാണ്. ഡ്യുവൽ പിക്സൽ ഓട്ടോ ഫോക്കസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല കിഡിലൻ ഓട്ടോ ഫോക്കസ് ആണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഫേസ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസും ഇതിനകത്തൂടെ എടുക്കാനായിട്ട് പറ്റും. ഇതിനകത്തൊരു ടിൽറ്റ് ആൻഡ് ടച്ച് ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് നമ്മുടെ മെനു സിസ്റ്റം അതുപോലെ തന്നെ ഫോക്കസും സാധനങ്ങളൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ടൊരു ക്യാമറ ആയതുകൊണ്ട് തന്നെ ഇതിനെ യൂസ് ചെയ്യാനും എല്ലാം വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഭയങ്കര രസമാണ്. മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് കാനോണിൻ്റെ 80D. 80D എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാധനം ഞാൻ കുറേ അധികം യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇതും ഒരു രക്ഷയില്ലാത്ത ഒരു അടിപൊളി ക്യാമറയാണ്. അത്യാവശ്യം നല്ലൊരു സെൻസറാണ് ഇതിനകത്തിരിക്കുന്നത്. 24 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസർ ഉണ്ടെന്ന് മാത്രമല്ല 45 ഓട്ടോ ഫോക്കസ് പോയിന്റ് അതിനകത്തുണ്ട്. DSLRൻ്റെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേനും 45 ഓട്ടോ ഫോക്കസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൂടുതലല്ല. മിറർലെസ്സിലേക്ക് വരുമ്പോഴത്തേനും 10, 600, 1000 ഓട്ടോ ഫോക്കസ് പോയിൻ്റൊക്കെ ഉണ്ട്. അത് വേറെ കാര്യം. ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഈ ക്യാമറ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. മാത്രമല്ല ഇതിനകത്ത് വെതർ സീൽഡ് ബോഡിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനം എടുത്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അത്യാവശ്യം മഴ നനഞ്ഞാലും പൊടി അടിച്ചാലൊന്നും ഇതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഉള്ള ഈ ക്യാമറ ഫോട്ടോയ്ക്കും അതുപോലെ തന്നെ വീഡിയോയ്ക്കും അടിപൊളിയാണ്. 50,000 രൂപയ്ക്ക് താഴെ ഈ ഒരു ക്യാമറ സെക്കൻഡ് ഹാൻഡ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. ഇനി ഒരു മിറർലെസ് ക്യാമറയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് കാനോണിൻ്റെ തന്നെ M50 Mark II. വ്ളോഗിങ്ങിനും ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും എല്ലാം പറ്റിയ ഒരു അടിപൊളി ക്യാമറയാണ് M50 Mark II. കാനോൺ അവരുടെ DSLR സിസ്റ്റത്തിൽ നിന്ന് മിറർലെസ്സിലേക്ക് കയറിയപ്പോഴത്തേനുമാണ് M സീരീസ് ക്യാമറകൾ അവരിറക്കിയത്. അത് അവർ വലിയ താമസിക്കാതെ ഡിസ്കണ്ടിന്യൂ ചെയ്തായിരുന്നു. പക്ഷേ M50 Mark II ഒരു അടിപൊളി ക്യാമറയാണ്. 50,000 രൂപ താഴെ നമുക്കിത് മേടിക്കാനായിട്ട് കിട്ടും. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അത് കയറി കാണാവുന്നതാണ്. നല്ല ടൈറ്റ് ബഡ്ജറ്റ് ഉള്ളവർക്ക് ഉള്ളൊരു ഓപ്ഷനാണ് കാനോണിൻ്റെ 700D. എൻ്റെ ഫോട്ടോഗ്രാഫി ഞാൻ സ്റ്റാർട്ട് ചെയ്ത കാനോണിൻ്റെ 700Dയിലാന്ന് പറഞ്ഞായിരുന്നല്ലോ. അതിനകത്ത് കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അതിന് മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഫോക്കസ് ആണ്. അത്ര മോശം ഓട്ടോ ഫോക്കസ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഓട്ടോ ഫോക്കസിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു ബിഗിനറാണ്, നിങ്ങൾക്ക് ബഡ്ജറ്റ് വളരെ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു നല്ല ഓപ്ഷനാണ് കാനോണിൻ്റെ 700D. 18 മെഗാ പിക്സലിൻ്റെ ഒരു ക്രോപ്പ് സെൻസറാണ് ഇതിനകത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 9 ഓട്ടോ ഫോക്കസ് പോയിന്റും ഇതിനകത്തുണ്ട്. ഇതിൽ നമുക്ക് ഫുൾ HDയിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്യാം. ഇതിനകത്ത് ഒരു ടച്ച് ആൻഡ് ടിൽറ്റ് ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വ്ളോഗ് എടുക്കണമെങ്കിൽ വ്ളോഗും എടുക്കാം. മാത്രമല്ല നമുക്ക് ലോ ആംഗിളൊക്കെ പോയിട്ട് വീഡിയോസോ ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം പറ്റുന്ന ഒരു ക്യാമറയാണ് കാനോണിൻ്റെ ഈ 700D. അടുത്തൊരു ക്യാമറയാണ് കാനോണിൻ്റെ 600D. ഒരു 30,000 രൂപ താഴെ ഈ ക്യാമറ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. 18 മെഗാ പിക്സലിൻ്റെ ഒരു അടിപൊളി ക്രോപ്പ് സെൻസറാണ് ഈ ക്യാമറയ്ക്കകത്ത് ഇരിക്കുന്നത്. ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഈ ക്യാമറ അടിപൊളിയാണ്. ടച്ച് ആൻഡ് ടിൽറ്റ് ഡിസ്പ്ലേ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പും ഇതിനകത്ത് നമുക്ക് കിട്ടുന്നതാണ്. ഈ ക്യാമറയെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ബിഗിനേഴ്സിന് പറ്റിയ ഏറ്റവും നല്ല ക്യാമറ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാനോണിൻ്റെ 200D ആയിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ വ്ളോഗിങ്, ചെറിയ റീൽസ്, വീഡിയോഗ്രാഫി അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ കാനോണിൻ്റെ M50 Mark II ആണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് കുറച്ചധികം നല്ല രീതിക്ക് ഫോട്ടോസും വീഡിയോസിലേക്കും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാനോണിൻ്റെ 80Dയും ഇതിനകത്ത് ചൂസ് ചെയ്യാം.